ഹായ്, ഈ കാണുന്ന മനോഹരമായ തായ്വാനിലെ ചിൻഡിയാൻഗാങ് ഗ്രാസ്ലാൻഡിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മളിതിനെ വാഗമണ്ണിനോടൊക്കെ ഉപമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൊട്ടക്കുന്നുകളാണ്, മനോഹരമായ മൊട്ടക്കുന്നുകളാണ്. ഒരുപക്ഷെ വാഗമണ്ണിനേക്കാൾ ഇരട്ടി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് ചിൻഡിയാൻഗാങ് ഗ്രാസ്ലാൻഡ്. ഇവിടെ നമുക്ക് കാട്ടുപോത്തുകളെ നേരിട്ട് കാണാനുള്ള അവസരം കൂടിയുണ്ട്. എല്ലാവർക്കും ചിൻഡിയാൻഗാങ് ഗ്രാസ്ലാൻഡ് കാഴ്ചകളിലേക്ക് സ്വാഗതം. ഗ്രാസ്ലാൻഡിൽ എത്തുമ്പോൾ അത്യാവശ്യം നല്ല ചാറ്റമഴ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് അതിനായിട്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ചിൻഡിയാൻഗാങ് വിസിറ്റർ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ ഈ ഒരു ഏരിയയുടെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്ന ഗ്രാസ്ലാൻഡിൻ്റെ ഒരു ഏകദേശ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മനോഹരമായ ഒരു ഗ്രാസ്ലാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫ്രീ ആയിട്ട് മേഞ്ഞ് നടക്കുന്ന ബഫലോസിനെ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പടവുകൾ കയറിയാണ് നമ്മൾ ഗ്രാസ്ലാൻഡിലേക്ക് പോകുന്നത്. ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് കയറി പോവാം. അപ്പോൾ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടി സ്റ്റെപ്പ് കയറി പോകാനായിട്ട് നടുവിലൂടെ സ്റ്റെപ്പുണ്ട്. ഇവിടെ നിന്നും ചിൻഡിയാൻഗാങ് ഗ്രാസ്ലാൻഡിലേക്ക് 100 മീറ്റർ മാത്രമേ ഉള്ളൂ. 0.1 കിലോമീറ്റർ, 100 മീറ്ററാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ ഗ്രാസ്ലാൻഡിലേക്ക് നമുക്ക് പോകാം. ഇവിടെ മിക്കവാറും മഴയൊക്കെ പെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഇരിപ്പിടങ്ങൾ വഴിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ ഗ്രാസ്ലാൻഡ് ശരിക്കും ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. വളരെ ദൂരത്തിൽ ആളുകൾ പോകുന്നത്, ഹൈക്കിങ്ങിന് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ മലയിൽ കണ്ണെത്താ ദൂരത്ത് ആളുകൾ ഹൈക്കിങ്ങിന് പോകുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഗ്രാസ്ലാൻഡിലേക്ക് മുന്നോട്ട് പോകാം. ഈ കാലാവസ്ഥയൊക്കെ അവഗണിച്ചും നിരവധി ആളുകളാണ് ഗ്രാസ്ലാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാസ്ലാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഇവിടെ ഒരു ഡയറക്ഷൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വ്യൂ പോയിൻറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ പോകുന്നത് ചിൻഡിയാൻഗാങ് സർക്കുലർ ട്രെയിൽ. അപ്പോൾ ഈ കാണുന്ന മനോഹരമായ സ്ഥലത്തൂടെ നമുക്ക് സർക്കുലർ വോക്ക് പോകാൻ സാധിക്കും. വളരെ ദൂരത്തിൽ ആളുകൾ ഇവിടുന്ന് ഈ ഒരു ഗ്രാസ്ലാൻഡിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കണ്ണെത്താ ദൂരത്ത് ആളുകൾ ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് ഈ ഗ്രാസ്ലാൻഡിൻ്റെ ഒരു സർക്കുലർ വോക്ക് നമുക്കിന്ന് പോകണം. അപ്പോൾ അങ്ങനെ മനോഹരമായ ഗ്രാസ്ലാൻഡിലേക്കുള്ള വഴിയാണ്. ഒരു രക്ഷയില്ലാത്ത കാറ്റും തണുപ്പുമാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ യാത്ര സർക്കുലർ വോക്ക് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡോണ്ട് ഫീഡ് വൈൽഡ് ബഫലോസ്. വൈൽഡ് ബഫലോസ് വരുന്ന സ്ഥലമാണ്. ഒരിക്കലും വൈൽഡ് ബഫലോസിനെ നമ്മൾ ഫീഡ് ചെയ്യല്ലെന്ന് പ്രത്യേകം ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാസ്ലാൻഡിൽ വരുന്നവർ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് മാത്രം ഇവിടെ സന്ദർശിക്കുക. അങ്ങനെ ഇവിടെ വരെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഗ്രാസ്ലാൻഡിലേക്ക് ഒരു ഓപ്പണിംഗ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഗേറ്റ് തുറന്നാണ് നടക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഓപ്പണിങ്ങിലൂടെ നമുക്ക് മൊട്ടക്കുന്നിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മുമ്പേ നമ്മൾ വന്ന ആ ഒരു വഴിയിലൂടെ ആളുകൾ വരുന്നത് കാണാൻ നല്ല മനോഹരമാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇനി ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അഖിൽ നേരെ ബാക്കിലാണ് നിൽക്കുന്നത്. അഖിലിനെ കിട്ടുന്നില്ല. അഖിൽ ഒരു ഇച്ചിരി ഗ്യാപ്പിട്ടാ. എമിമോളേം കിട്ടുന്നില്ല. കാട്ടുപോത്തിനെ ഒന്നും തൊട്ടടുത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും കാട്ടുപോത്തൊക്കെ ഇവിടെ വന്നേരം ലക്ഷണമായിട്ടുള്ള ചാണകം ഇവിടെ കിടപ്പുണ്ട്. ഒരു കൂട്ടം കാട്ടുപോത്തുകളെ കാണുന്നുണ്ട്. എന്നാലും അതിന് തൊട്ടടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോഴും. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. വൈൽഡ് ബഫലോസൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ കൂടെ വേണം നമുക്ക് ഈ ഒരു ട്രെയിലിലേക്ക് പോകാനായിട്ട്. മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഒരു ബിൽഡിങ് നമുക്കിവിടെ കാണാം. ഈ ഒരു കാറ്റിൽ ഫാമിൻ്റെ നടുക്കിലായിട്ട് വൈൽഡ് ബഫലോസൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോഴും വേലി കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. കാട്ടുപോത്ത് ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടി വേലി കെട്ടി മനോഹരമായിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ വാഗമണ്ണിനേക്കാളിലും ഭംഗിയുള്ള സ്ഥലമാണിത്.
അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത നമ്മുടെ വാഗമണ്ണുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത മൊത്തത്തിലുള്ള ലുക്കിലും പ്രകൃതി ഭംഗിയിലും ഒക്കെ നമ്മുടെ വാഗമണ്ണിൻ്റെ അതേ ഭംഗിയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നല്ല ക്ലീനാണ്, ഒട്ടും വേസ്റ്റ് ഒന്നുമില്ല. ഇത്രയും ആളുകൾ വരുന്നതാണെങ്കിലും ആളുകളുടെ പൊതുബോധം, തായ്വാനിലുള്ള ആളുകളുടെ പൗരബോധവും പിന്നെ നമ്മൾ ഫോറിനേഴ്സും എല്ലാവരും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരമായിട്ട് നമുക്കൊരു പോത്തിനെ അടുത്ത് കാണാൻ സാധിച്ചില്ലായിരുന്നു. ഇതങ്ങനെ നമുക്ക് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒരു കൂട്ടമുണ്ട് ഇവിടെ, നമ്മൾ നോക്കുമ്പോൾ ഒരു കൂട്ടം പോത്തുകളെ നമുക്ക് കാണാം. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും പോത്തുകളെ അടുത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കൂട്ടമായിട്ട് ഒരു 10-20 പോത്തുകൾ നമുക്ക് അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ക്ലോസപ്പായിട്ട് കാണാം. ഒരുപാട് പേര് ഈ പോത്തിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആളുകൾ പോത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ, റീലെടുക്കാൻ വേണ്ടി സാഹസം കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് മനോഹരമായ പടവുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പേ കണ്ട ആ ഒരു പോത്തിൻ്റെ കൂട്ടം ഇപ്പോഴും നമ്മുടെ തൊട്ടരികിലായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ നമ്മൾ വന്ന ആ വഴിയിലേക്കുള്ള വ്യൂ, അങ്ങ് ദൂരെ കൂടെ ഒരു കാറ് പോകുന്ന നമുക്ക് കാണാം വഴിയിലൂടെ. അങ്ങനെ നമ്മൾ കയറി മലയുടെ ഏകദേശം ഒരു മുകളിലേക്കെത്തി. സൂപ്പർ കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ. ടോപ്പ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ വാഗമണ്ണ്, തായ്വാനിലെ വാഗമണ്ണ് എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തെ ചിൻറ്റിയാങ്കാങ് ഗ്രാസ്ലാൻഡ് നമ്മൾ ഉപമിച്ചത്. എന്നാൽ വാഗമണ്ണിൻ്റെ ഇരട്ടി സൗന്ദര്യമാണ് ഈ ഒരു ചിൻറ്റിയാങ്കാങ് ഗ്രാസ്ലാൻഡിനുള്ളത്.